ഇറാന്റെ ഓരോ ആണവ നിലയങ്ങളും തകർത്തുകൊണ്ട് ആണവായുധ ശേഖരണം തകർത്തുകൊണ്ടുള്ള ഒരു ഏകപക്ഷീയമായ നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇസ്രായേലിന് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട യുറേനിയം കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം വേണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പരസ്പര വിരുദ്ധമായാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പലതും. അമേരിക്കയോട് ഇറാനെ തകർക്കാൻ പ്രധാനമായും ഇസ്രായേൽ ചോദിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. കാരണം ഇറാന്റെ പല മേഖലകളിലായി ഉള്ള യുറേനിയം നിക്ഷേപ സ്ഥലങ്ങളുണ്ട്. അത് വലിയ തോതിൽ പർവ്വത നിരകളിൽ നിന്നും 90 അടി താഴ്ചയിൽ ഉള്ള ഒരു ഫോർദോ എന്ന് പറയുന്ന യുറേനിയം ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമുണ്ട്. ആണവ നിലയങ്ങളിൽ ഒന്നാണ്. അതാണിപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെ ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. 400-ലധികം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടെല്ലവീവിൽ നടന്ന പ്രത്യാക്രമണം എന്ന് പറയുന്നത് അതിരൂക്ഷമായിരുന്നു. അവർ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. കൃത്യമായും അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമനിയെ ഭയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇറാന്റെ ചരിത്രം അറിയുന്നവരാരും ഇങ്ങനെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വിലപേശൽ നയം നടത്താനോ ശ്രമിക്കാറില്ല. ഇറാന് അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം. അവർക്ക് നട്ടല് പണയപ്പെടുത്തേണ്ട കാര്യമില്ല. യുദ്ധമെങ്കിൽ യുദ്ധം. ഏത് രീതിയിലുള്ള ചോരക്കളി കളിച്ചാലും യുദ്ധക്കൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ മുട്ടുകുത്തിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിലാണ്. ഇറാനോടൊപ്പം പരസ്യമായി ഹൂതികളും ചേർന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, ഇസ്രായേലിൻ്റെ ഈ യുദ്ധക്കൊതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവർക്ക് ആക്രമിക്കാൻ ഏത് രാജ്യമാണോ സൗകര്യം അവിടേക്ക് ഏകപക്ഷീയമായ ആക്രമണം നടത്തിയിട്ട് അതിന് കുറേ തൊടുന്യായങ്ങൾ കാണിക്കുക, വിവരിക്കുക, ഇതൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരമായി ചെയ്തു വരുന്നത്. അഴിമതി യഥേഷ്ടം നടത്തിയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും കുടുംബവും എങ്ങനെയും അധികാരം സംരക്ഷിച്ചു പിടിക്കാനും തൻ്റെ പാർട്ടിയായ ലിക്വിഡ് പാർട്ടിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാതിരിക്കാൻ എന്ത് രീതിയിലുള്ള അരാജകത്വ നടപടിയെടുക്കാനും തയ്യാറാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനെതിരെയുള്ള ഈ ആക്രമണ ശൈലി. ഏതായാലും ഇറാനിൽ പല രീതിയിൽ രഹസ്യ സ്വഭാവമുള്ള സംഘടനകൾ മൊസാദുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ പല മേഖലയിലുള്ള കേന്ദ്രങ്ങളെയും ഇറാൻ ഇതിനോടകം തന്നെ തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. മൊസാദിൻ്റെ പല താവളങ്ങളും തകർത്തുകൊണ്ടാണ് ഇറാൻ ഇതിന് മറുപടി കൊടുത്തതെന്നും പറയുന്നുണ്ട്. ഇറാനിലാണ് ഡ്രോൺ താവളങ്ങൾ പലതും രഹസ്യമായി മൊസാദ് അവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതാണ് തകർത്തെറിഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നത്. ജൂൺ 13 തുടങ്ങിയ യുദ്ധം 7-ാം ദിവസം പിന്നിടുമ്പോൾ ഇറാനെ സമ്പൂർണമായി മുട്ടുകുത്തിച്ച് കളയാമെന്ന് വിചാരിച്ച ഇസ്രായേലിന് ഒരു സാധ്യതയും ഇല്ല അതിന് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്.